ഹലോ ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലേ, പക്ഷെ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിൻ്റെ ശേഷം നന്നായി മുളകും മഞ്ഞളും ഉപ്പും പുരട്ടി കായം പുരട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ച ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. ചെമ്മീനൊക്കെ പൊരിച്ചു കോരി ഇനി ഇതിൻ്റെ മസാലയിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കണതെന്ന് പറയാട്ടാ. 1 ടീസ്പൂൺ മുളകും പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സബോളയും 2 തക്കാളിയും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇനി മസാല എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കട്ടാ. ചെമ്മീൻ പൊരിച്ചു കോരിയ വെളിച്ചെണ്ണയിൽ സബോളട്ട് നന്നായി വാട്ടിയതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചിട്ടതും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മൂത്തോട്ടെ. മൂപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കണ്ട കേട്ടോ. നന്നായി മൂത്ത എണ്ണ തെളിഞ്ഞ് വന്നാലാണ് മസാല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ കണ്ട് തട്ടി കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടാ. പൊരിച്ച് ചെമ്മീനും കൂടി ഇട്ടപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടാ. പക്ഷെ ഞാനിതിൻ്റെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ രാവിലെ ചായയുടെ കടിയിൽ തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായിരുന്നേ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചതാ. വെറുതെ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എൻ്റെ പൊന്നിടാവേ, ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. സാധാരണ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നില്ല നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കൂല, വെറുതെ ഒന്ന് ഒഴിച്ചതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വേറെ ചില വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.